ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ദേവാലയത്തിന് അകത്തും പുറത്തുമായി ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യമായി സ്നേഹവല്ലഭനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ഇസ്രായേൽ മക്കൾക്ക് ദൈവവുമായി സമാഗമനം ചെയ്യുന്നതിന് സമാഗമന കൂടാരത്തിന്റെ മാതൃക യഹോവയായ ദൈവം മോശെ മുഖാന്തരം കാട്ടിക്കൊടുത്തു. സ്വർഗത്തിൽ സ്ഥിരമായതും ഭൂമിയിൽ നിഴലായതുമായ സമാഗമന കൂടാരത്തിന്റെ മാതൃകയിലുള്ളതും അതിപരിശുദ്ധവുമായ ഈ ദേവാലയത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം നമുക്ക് അല്പസമയം ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ഒരുക്കി തന്ന ഈ വലിയ അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. വ്യക്തിപരമായി സന്തോഷമുള്ള ഒരു ദിവസം കൂടെയാണ് ഇന്ന്. ശമാശനായിട്ട് ഇന്ന് 3 വർഷം തികയുന്ന ദിവസം കൂടെയാണ്. നിങ്ങളെ പോലെ തന്നെ സെമിനാരിയിൽ പോകുന്നതിനൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും എൻ്റെ മാതാവും സ്ഥിരമായി സമയം കിട്ടുമ്പോഴൊക്കെ വെള്ളിയാഴ്ചകളിൽ ഇതേപോലെ ഈ ദേവാലയത്തിൽ വന്ന് ഇരിക്കുക പതിവായിരുന്നു, പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ദൈവവചനവുമായി ഈ പകൽക്കാലം ആയിരിക്കാൻ നമ്മളെ സ്നേഹിക്കുന്ന കാരുണ്യവാൻ ചൊരിഞ്ഞു തന്ന വലിയ കൃപയ്ക്കും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ വലിയ മധ്യസ്ഥതയ്ക്കും ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയം ദൈവവചനത്തിനായി സമയം വേർതിരിക്കാം എന്ന് കരുതുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ 2013 വർഷത്തിന്റെ പകുതി ഭാഗത്തേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. 2012 ഈ ലോകത്തു നിന്ന് പോയപ്പോൾ, ഡിസംബർ അവസാനമൊക്കെ ആയപ്പോൾ മാധ്യമ ലോകം 2012 യാത്ര അയച്ചപ്പോൾ പറഞ്ഞ പദങ്ങളുണ്ട്. ആശങ്കകളുടെ 2012 വീഴ എന്ന് പറഞ്ഞിട്ട് അവർ 2013 വരവേറ്റത് ഇപ്രകാരമാ: പ്രതീക്ഷകളുടെ പുതിയ ഒരു ടീനേജിന് സ്വാഗതം. 2013 ടീനേജിലേക്ക് ലോകം വീണ്ടും പ്രവേശിക്കുന്നു. ടീനേജിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, പുതിയ ചിന്തകളുടെ, പുതിയ ഭാവനകളുടെ, പുതിയ ജീവിതക്രമത്തിന്റെ, പുതിയ ജീവിത രീതിയുടെ ഒരു പുതിയ വർഷം ടീനേജ്. അതിന് മാധ്യമലോകം അവസാനം പേർ നൽകി ത്രില്ലിംഗ് 13 എന്ന. ത്രില്ലിംഗ് 13 പുതിയ ചിന്തകൾക്കായി, പുതിയ ജീവിത ക്രമത്തിനായി ലോകത്തിനെ സ്വാഗതം ചെയ്യുന്നു 2013 എന്ന് അവർ എഴുതി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പകൽക്കാലം വേദപുസ്തകത്തിലെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് പരിചിതമായ ഒരു വേദഭാഗം, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ കൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ അല്പനിമിഷം ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും പാട്ടുപാടുന്നവരാണ്, പാടാൻ ഇഷ്ടമുള്ളവരാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന പാട്ട് എല്ലാവർക്കും കാണാപ്പാടമാണ്. ഞാനും തുടക്കമിട്ടാൽ ബാക്കി നിങ്ങൾ പാടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി എന്ന് നമ്മൾ പാടാറില്ലേ? ഉണ്ട്. ഈ പാട്ടിന്റെ വരികൾക്ക് കൂടുതൽ അർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ പലപ്പോഴും നമ്മളെ സഹായിക്കുമെന്ന് കരുതി പലരുടെയും അടുക്കൽ നമ്മൾ സഹായത്തിന് ചെന്നപ്പോ ഇവരാരും നമ്മളെ സഹായിക്കാതെ വന്നു. എന്നാൽ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം വ്യാപരിച്ച് ദൈവത്തിന്റെ കൃപയുടെ ഇടപെടൽ മൂലം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി കഴിയുമ്പോൾ
നമ്മൾ മൂന്നാമതൊരാളിനോട് നമ്മുടെ ജീവിതത്തിന്റെ ഈ അവസ്ഥയ്ക്കുണ്ടായ മാറ്റങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയും, അതെ അറിയാമോ, പണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒരു കാലം, ഞങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണിയുടെ ഒരു കാലം, രോഗത്താൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഭാരപ്പെട്ടപ്പോൾ അവരെ സഹായിപ്പാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ബന്ധുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ സഹായിപ്പാൻ കഴിവുള്ള ആളിന്റെ അടുക്കൽ കൈനീട്ടിയിട്ട് ഇവരാരും എന്നെ സഹായിച്ചില്ല. പിന്നെ എന്നെ ആര് സഹായിച്ചു? എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. നമ്മളിത് പറയുമ്പോ അനുഭവിച്ച ദൈവകൃപയുടെ ആഴമനുസരിച്ച് ഈ പറയുന്ന വാക്കുകൾക്ക് വ്യക്തത കൂടും, അതിന് ആഴം കൂടും, അതിന് പരപ്പ് കൂടും, അതിന് ജീവിതത്തിന്റെ അംശം കൂടും, ജീവിതത്തിന്റെ ഭാഗമായി അത് മാറുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വെറുതെ ചോദിക്കുകയാണ്, വേദപുസ്തകത്തിൽ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടോ? നമുക്കെടുക്കാം 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിയും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബനേസർ എന്ന് പേരിട്ടു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബനേസർ എന്ന് പേരിട്ടു. പിന്നെ ശമൂവേൽ എന്നാണ് വാക്യം തുടങ്ങുന്നത്. അതിന് തൊട്ട് മുമ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ കാര്യം പറഞ്ഞു വരുമ്പോൾ, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പിന്നെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ പറഞ്ഞ ചെയ്ത ചില കാര്യങ്ങളുടെ തുടർച്ചയാണ് പിന്നെയിൽ തുടങ്ങുന്നത്. ഇവിടെ 3 പദങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് മിസ്പ. പിന്നെ ശമൂവേൽ മിസ്പയ്ക്കും ശേനിനും മധ്യേ ഒരു കല്ല് എടുത്ത് നാട്ടി. മിസ്പ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് പരിചിതമാണ്. കാവൽ മാടം എന്നാണ് ഈ പദത്തിന് അർത്ഥം. ദൈവത്തിന്റെ കാവലുള്ള ഒരു സ്ഥലം, ഒരു കാവൽ മാടം. അടുത്തത് കാണുന്നു ഷേൻ. ഷേൻ എന്ന് പറയുന്ന പദത്തിന് ഒത്തിരി വാടി കടന്നത്, തീർന്നില്ലാത്തത്, ആളുകൾ ബുദ്ധിമുട്ട്, ഓടിന് ലജ്ജാരം, ഒത്തിരി അർത്ഥങ്ങൾ ഷേൻ എന്ന് പറയുന്ന പദത്തിന് ഉണ്ട്. എന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂമ്പൊടിഞ്ഞത്, വാടിത്തളർന്നത് എന്നാണ്. കാവൽ മാടം ദൈവത്തിന്റെ കാവലുള്ള ഒരു സ്ഥലത്തു നിന്ന്, ദൈവത്തിന്റെ സംരക്ഷണമുള്ള ഒരു സ്ഥലത്തു നിന്ന് ദൈവത്തിന്റെ ജനമിങ്ങനെ യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ട് പോകുന്നു? കൂമ്പൊടിഞ്ഞ വാടിത്തളർന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഈ പോകുന്നതിന് മുമ്പ് ദൈവജനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ശാചകൻ പറയുകയാണ്, ഇത്രത്തോളം സഹിച്ചു എന്ന് പറഞ്ഞ് ഏബനേസർ എന്ന് പേരിട്ടു. ഏബനേസർ എന്ന് പറയുന്ന പദത്തിന് സാധാരണഗതിയിൽ പറഞ്ഞു വരുന്ന അർത്ഥമാണ് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന്. എന്നാൽ അതിന്റെ കൃത്യമായ അർത്ഥം അതല്ല. സഹായത്തിന്റെ ശില എന്നാണ് ഈ പദത്തിന് അർത്ഥം. സഹായത്തിന്റെ ശില. സഹായത്തിന്റെ ശിലയായി, മാതൃകയായി ഒരു കല്ലെടുത്ത് പ്രവാചകൻ നാട്ടുകയാണ്. 2 സ്ഥലങ്ങളുടെ മധ്യേ, മിസ്പയ്ക്കും ഷേനിനും മധ്യേ. BC 1105 ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ പ്രമുഖനായിരുന്നു ശമൂവേൽ പ്രവാചകൻ എന്ന് നമുക്കറിയാം. യിരെമ്യാ പ്രവചന പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മോശയ്ക്ക് തുല്യനായ പ്രവാചകനായിരുന്നു ശമൂവേൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശമൂവേൽ പ്രവാചകൻ ഇപ്രകാരം വലിയ ഒരു സാക്ഷ്യം ലോകത്തിന് നൽകുന്നതിന്റെ പിൻപിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ അവർ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ജനമാണ് നമ്മൾ. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് അവന്റെ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം തുറന്നു തരുവാൻ തക്കവണ്ണം, നമ്മളുടെ പ്രയാസങ്ങളുടെ കാലയളവിൽ നമ്മളെ സംരക്ഷിപ്പാൻ തക്കവണ്ണം, നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ശക്തി പകരുവാൻ തക്കവണ്ണം, ലോകത്തിന്റെ മുന്നിൽ നല്ല സാക്ഷികളായിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്.
ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ എപ്രകാരമാണ് എന്ന് തിരിച്ചറിയണം ഈ പകൽക്കാലം. അതുമാത്രമല്ല, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോടുകൂടി ഈ ലോകത്തിന് സാക്ഷി പറയണമെങ്കിൽ ഇസ്രായേൽ മക്കൾ നടന്നു വന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നമ്മളും തിരിച്ചറിയണം. അതവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് 1 ശമൂവേൽ 7-ാം അധ്യായം 3-ാം വാക്യം മുതൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. ഒന്നാമതായി ജനത്തോട് പറയുന്നു 1 ശമൂവേൽ 7-ാം അധ്യായം 3-ാമത്തെ വാക്യം, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. അപ്പോഴൊരു അർത്ഥം, ഒരു കാര്യം വ്യക്തമാണ്. ഇവരുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എങ്ങോട്ടോ മാറിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എവിടോട്ടെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജിതരായി മാറും എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. തൊടുന്നത് പരാജയം, എടുക്കുന്നത് പരാജയം, പോകുന്നത് പരാജയം, എവിടെ നോക്കിയാലും പരാജയങ്ങൾ മാത്രം. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ യാത്രയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ ഹൃദയം എപ്പോൾ ഉറപ്പായിരുന്നുവോ ആ സമയത്തെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ ഈ ജനത്തിനുണ്ടായിരുന്നു. അവിടെ ദൈവം അവരുടെ പരാജയങ്ങളിൽ അവരുടെ ഒപ്പമുണ്ടായിരുന്നു. അവരുടെ വിജയത്തിന്റെ പാതയിൽ അവരെ നടത്തിയിരുന്നു. എന്നാൽ ഇവരുടെ യാത്രയിൽ യഹോവയായ ദൈവം ഈ ജനത്തോട് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ പലതരത്തിൽ പല ദൈവങ്ങളെ ആരാധിക്കുന്ന ജനങ്ങളെ നിങ്ങൾ കാണും, പല ദൈവങ്ങളെ നിങ്ങൾ കാണും. എന്നാൽ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. അത് മാത്രമല്ല, നിങ്ങളുടെ മക്കളിൽ നിന്ന് അന്യ ജാതിയിൽപ്പെട്ടവർക്ക്, അന്യ ആളുകൾക്ക് ഇണകളെ കൊടുക്കരുത്. അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് ചേർക്കരുത്. നിങ്ങൾ സമ്മിശ്ര ജാതി ആകരുത്. നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായി മാറണം. നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാകണം. നിങ്ങൾ സമ്മിശ്ര ജാതി ആകരുത്. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് ദൈവജനത്തെ മുന്നോട്ട് നടത്തിയെങ്കിൽ ഈ ദൈവജനം നമ്മളെക്കാൾ മിടുക്കരായിരുന്നു നമ്മുടെ പൂർവികർ. അവർ എന്ത് അരുതെന്ന് പറഞ്ഞുവോ അരുതല്ലാത്തതെല്ലാം അവർ ചെയ്തു. അരുതരുത് പറയുമ്പം ഈ അരുതെല്ലാം അവർ ചെയ്യുകയായിരുന്നു. ചെയ്യരുതെന്ന് പറയുമ്പം ചെയ്താൽ എന്താ കുഴപ്പം എന്ന് അവരുടെ മനസ്സിൽ അവർ കരുതി കൂട്ടി. അവർ പോയെടുത്തെല്ലാം കിട്ടിയ ദൈവങ്ങളെ അവർ കൂട്ടുപിടിച്ചു, സമ്മിശ്ര ജാതിയായി മാറി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? 1 ശമൂവേൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഒരു കാലത്ത് അന്യ ആളുകൾ, ശത്രു സൈന്യം ഇസ്രായേൽ ജനത്തെ കാണുമ്പോ അയ്യോ, ഇത് ദൈവത്തിന്റെ ജനം, ഇവരെ ഉപദ്രവിക്കാൻ പാടില്ല. കാരണമുണ്ട്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവം നടത്തിയ ജനമാണിവർ. അതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവരെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ആളുകൾ പേടിച്ച് മാറിയിരുന്നു. എങ്കിൽ 1 ശമൂവേൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിരുന്ന നിയമപ്പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയി, ശത്രു സൈന്യം പിടിച്ചുകൊണ്ടുപോയി. ശത്രു സൈന്യത്തിൽപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞൊരു കല്ലെടുത്ത് ടിക്കെന്നൊരു ശബ്ദം ഉണ്ടാക്കുമ്പോ ഈ ശബ്ദം കേട്ടുപോലും ദൈവജനം പേടിച്ചരണ്ടു പോവുകയാ. ഇവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പൊന്തക്കാടുകളിൽ ഓടി ഒളിച്ചിരിക്കുകയാ. ദൈവത്തിന്റെ കരുതലിൽ നിന്ന്, ദൈവത്തിന്റെ സംരക്ഷണയിൽ നിന്ന് അവർ പരാജയത്തിന്റെ വഴികളിലേക്ക് പോകുവാൻ കാരണം അവരുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. മടങ്ങി വരണമെങ്കിൽ ഒരു നല്ല ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ആരുടെ സ്വന്തമാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിന്റെ സ്വന്തമാണ് നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ വലിയ വള്ളംകളി നടക്കുന്ന സ്ഥലം, വള്ളംകളി നടക്കുന്നിടത്ത് ഒരു കരക്കാർക്ക് ഒരു മോഹം തോന്നി. എന്താ മോഹം എന്നറിയാമോ? അടുത്ത വള്ളം കളിക്ക്
പുതിയ ഒരു വള്ളം ഉണ്ടാക്കണം, നീരണിയിക്കണം. അടുത്ത വള്ളംകളിയുടെ മത്സരത്തിന് ഈ പുതിയ വള്ളം കൊണ്ട് മത്സരിക്കണം. അവര് വന്ന് കരക്കാരെല്ലാരും കൂടെ ചേർന്ന് ഈ അവിടുത്തെ മൂത്താശാരിയെ കണ്ടു, വലിയ ആശാരിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നമ്മുടെ കരയുടെ ഭാഗമായി പുതിയ ഒരു വള്ളമുണ്ടാക്കി നീരടിയിക്കണം. അതുകൊണ്ട് ആശാരി ഞങ്ങൾക്കൊരു പുതിയ വള്ളം ഉണ്ടാക്കി തരണം. ആളുകളുടെ നിർബന്ധം അധികമായപ്പോ ഈ ആശാരി എന്ത് ചെയ്തറിയാമോ, ഒരു വള്ളം ഉണ്ടാക്കാൻ തുടങ്ങി. വലിയ വള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വികൃതിയായ കൊച്ചു പയ്യൻ, ഒരു മകൻ, ഏറ്റവും കുഞ്ഞു പയ്യൻ, അയാളുടെ ഇളയ മകൻ ഈ അപ്പൻ ഉണ്ടാക്കുന്ന ഓരോ പ്രക്രിയയും കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ. മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നുവോ, എന്ത് സംസാരിക്കണോ എന്നുള്ളത് കൃത്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളും തിരിച്ചറിയണം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ വള്ളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കൊച്ചു പയ്യനൊരു ആഗ്രഹം, അതേപോലൊരു വള്ളം എനിക്കും ഉണ്ടാക്കണം. അവനെന്ത് ചെയ്യുന്നറിയാമോ, അപ്പനുണ്ടാക്കിയതുപോലെ തന്നെ മനോഹരമായ ഒരു വള്ളം ഈ കൊച്ചു പയ്യനും തന്റെ കൊച്ചു കൈകൾ കൊണ്ട് ഒരു വള്ളം ഉണ്ടാക്കി. ഈ കൊച്ചു വള്ളം അവൻ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോ തന്റെ അപ്പൻ ആ വലിയ വള്ളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അവൻ കൃത്യമായി പരിശോധിക്കും. ഒരു പ്രാവശ്യം വന്നപ്പോ തന്റെ അപ്പൻ ഇത് വലിയ സിന്തേരൊക്കെ പിടിച്ച് മിനുസപ്പെടുത്തുന്നു വള്ളം. നോക്കിയപ്പോ നമ്മുടെ കൊച്ചു ചങ്ങാതിക്ക് ഈ സിന്തേര് പിടിക്കാനുള്ള ഉപകരണമില്ല. അയാൾ എന്ത് അറിയാമോ, ഒരു കുപ്പിച്ചില്ല് തല്ലി പൊട്ടിച്ച് ഇത് നല്ലതുപോലെ മിനുസപ്പെടുത്തി. അടുത്ത ദിവസം നോക്കുമ്പോ ഉണ്ട് അപ്പൻ ഇത് നല്ലതുപോലെ പെയിന്റ് ചെയ്യുന്നു, മനോഹരമാക്കുന്നു. അയാൾ അതുപോലെയൊക്കെ ചെയ്തു. ഇതെല്ലാം അപ്പൻ കാണാതാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം നോക്കുമ്പോ അപ്പന്റെ പേരവിടെ എഴുതി വെച്ചു. ആരും കാണാത്ത ഒരു സ്ഥലത്ത് അപ്പന്റെ പേര് മനോഹരമായി എഴുതി വെക്കുന്നു. ഈ കൊച്ചു ചങ്ങാതി അവന്റെ പേരും ആരും കാണാതെ അവന്റെ കൊച്ചു വള്ളത്തിന്റെ വശങ്ങളിൽ ആരും കാണാത്ത സ്ഥലത്ത് അവൻ എഴുതി വെച്ചു. ആളുകളെല്ലാം വന്നു തിരക്ക് കൂട്ടി. വള്ളം കളിയുടെ സമയമായപ്പോൾ എന്ത് സംഭവിച്ചറിയാമോ, എല്ലാവരും കൂടെ വന്നു, കരക്കാരെല്ലാം വന്നു. ഈ വലിയ തെങ്ങും കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടു. ഈ വലിയ വള്ളം ആർപ്പോടുകൂടി ഉരുട്ടി 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 നീരണിയിക്കാനായി കൊണ്ടുപോയി. നമ്മുടെ കൊച്ചു പയ്യൻ കരയ്ക്ക് ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം നോക്കിയിരുന്നു. എന്റെ വള്ളം കൊണ്ടുപോകാൻ ആരും വരുന്നില്ലല്ലോ. അയാള് വള്ളത്തോട് പറഞ്ഞു, വള്ളമ്മേ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കൊള്ളാം. അയാളും കൊച്ചു കമ്പുകളൊക്കെ ഒടിച്ചിട്ട് ഈ വലിയ വള്ളം കൊണ്ടുപോയതുപോലെ തന്നെ ഇയാളുടെ വള്ളവും ഒരു നൂലൊക്കെ വെച്ച് കെട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങ് കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് നോക്കുമ്പോ കാണാം അപ്പന്റെ വള്ളം ആളുകൾ ഭയങ്കര വേഗത്തിൽ നദിയിൽ ഇറക്കുന്നു. അത് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നു. വളരെ വേഗം ദൃഷ്ടിയിൽ നിന്ന് ഈ വലിയ വെള്ളം അപ്രത്യക്ഷമാകുന്നു. കൊച്ചു ചങ്ങാതിക്കും തോന്നി എന്തു ചെയ്യണം. അവനും അവന്റെ വള്ളത്തെ ആര് കയറാനാ, ആര് തുഴഞ്ഞു കൊണ്ടുപോകുവാനാ. ഇവനും നദിയിൽ കൊണ്ടുവന്ന് വള്ളം വെച്ചു. അപ്പോഴാ ഓർക്കുന്ന, ഇതിനകത്ത് ജീവനുള്ള ആരും ഇല്ലല്ലോ. വള്ളം വീണ്ടും കരക്കെടുത്ത് വെച്ചിട്ട് ഒരു വിസറും കൂടി തല്ലിപ്പൊട്ടിച്ച് ഈ വള്ളത്തിൽ ഇട്ടു. അപ്പൊ ജീവനുള്ള ആളുകളായി. എന്നിട്ട് കരക്കിരുന്നു കൊണ്ട് ഇത് പെല്ലെ അങ്ങോട്ട് ഒരു കമ്പ് കൊണ്ട് നീക്കി 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 ടിക് 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 നടിച്ച് ഈ വെള്ളത്തിലൂടെ കൊച്ചു വള്ളം ഇങ്ങനെ ഒഴുകുകയാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൃഷ്ടിയിൽ നിന്ന് ഇതും അപ്രത്യക്ഷമായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒഴുക്ക് കൂടി ഈ വള്ളം നേരെ തിരിഞ്ഞ് ഈ നദിക്കടിയിലേക്ക് പോയി. കുറച്ചു നേരം കരക്കിരുന്നു കൊണ്ട് ഈ പയ്യൻ പറഞ്ഞു, അയ്യോ എന്റെ വള്ളമേ, എന്റെ വള്ളമേ, എന്റെ വള്ളമേ. ആരോടെങ്കിലും പരാതി പറയാൻ പറ്റുമോ? ആരോടും പരാതി പറയാതെ ഇയാൾ തിരിച്ചുപോയി. ദിവസം കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോ ആ നാട്ടിൽ പഴയ വസ്തുക്കൾ വിൽക്കുന്ന ഒരു കട തുറന്നു. അവിടെ അവന്റെ കൂട്ടുകാരുടെ കൂടെ ഈ കൊച്ചു പയ്യനും ഈ കട കാണാനായി പോയി. അവിടെ ചെന്നപ്പോ മനോഹരമായ ഒരു കൊച്ചു വള്ളം ഷോക്കേസിലിരിക്കുന്നു. കടക്കാരോട് പറഞ്ഞു, ആ വള്ളം ഒന്ന് കാണിക്കാമോ? പിന്നെന്താ, കാണിക്കാമല്ലോ. കടക്കാരൻ ആ വള്ളം എടുത്ത് ഈ കൊച്ചു പയ്യന്റെ കയ്യിൽ കൊടുത്തു. അയാള് ഈ വള്ളം തിരിച്ചു മറിച്ചു നോക്കിയപ്പോ അവന്റെ പേര് ഈ വള്ളത്തിൽ കണ്ടു. ഉടനെ കടക്കാരനോട് പറഞ്ഞു, സർ ഈ വള്ളം എന്റെ സ്വന്തം വള്ളമാ. കാരണം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എന്റെ പേര് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തിരികെ തരണം. അന്നേരം പറഞ്ഞു, എന്റെ പൊന്നുമോനെ, പലരും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, പലരുടെയും സ്വന്തമാണെന്ന്. ഒരു കാര്യം ചെയ്താട്ടെ, കുഞ്ഞിന് ആവശ്യമാണെങ്കിൽ ഇതിന്റെ വില തന്നാൽ ഇത് തിരിച്ചു തരാം. അവൻ ഓടിപ്പോയി അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ അപ്പം പലപ്പോഴായി നൽകിയ ചെറിയ ചില്ലറ തുട്ടുകൾ ശേഖരിച്ചു വെച്ചിരുന്ന വഞ്ചി തല്ലി പൊട്ടിച്ചു.
എന്നിട്ട് ഇതിന്റെ വില ഒപ്പിച്ചുകൊണ്ട് ഈ കടക്കാരന്റെ കയ്യിൽ നിന്ന് ഈ വള്ളം വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് അതിനെ മാറോട് ചേർത്ത് പിടിച്ച് ആ കടയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് പറയുകയാ, ഹേ വള്ളമേ, നീ എന്റെ സ്വന്തം വള്ളമാ, ഇനി ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കുകയില്ല. കാരണമുണ്ട്, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടും ഞാൻ നിന്നെ നിർമ്മിച്ചത് കൊണ്ടും നീ എന്റെ സ്വന്തമാ. അതുകൊണ്ട് എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെ സ്വന്തമാ? നമ്മുടെ ദൈവത്തിന്റെ സ്വന്തമാ. അവൻ നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ അവന്റെ രക്തം ചൊരിഞ്ഞ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മൾ അവന്റെ സ്വന്തമാ. അത് മാത്രമല്ല, അവൻ നമ്മളെ നിർമ്മിച്ചത് കൊണ്ടും നമ്മൾ അവന്റെ സ്വന്തമാ. ആ സ്വന്തത്തിലേക്ക് തിരിച്ചു വരണം ഈ പകൽക്കാലം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഈ സ്വന്തമാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു കൊണ്ടുപോകുന്നത് കൊണ്ടാണ്, നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റുന്നത് കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്നത്. ഈ സ്വന്തത്തിലേക്ക് തിരിച്ചു വരുവാൻ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ജനമേ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ഇസ്രായേൽ ജനം ഒന്നടങ്കം അവർ കേൾക്കുകയാണ്. അവർ ചെറിയ ചെറിയ ബന്ധക്കാടുകളിൽ നിന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി മാറി നിന്ന സ്ഥലത്തു നിന്ന് അവർ ഒരുമിച്ച് തിരിച്ചു വരികയാ. പ്രവാചകന്റെ ശബ്ദം കേട്ടപ്പോ അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, യെരൂശലേം ദേവാലയം പണി കഴിപ്പിച്ചതിന് ശേഷം ശലോമോൻ അതിന്റെ പൂമുഖത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 48-ാമത്തെ വാക്യം പറയുന്നു, ദൈവമേ, നിന്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ വന്ന് നിലവിളിക്കുന്നവന്റെ നിലവിളിയുടെ ശബ്ദം നീ കേൾക്കണമേ. അവന്റെ പ്രാർത്ഥന കേട്ട് അവൻ ഉത്തരമരുളണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിലായിരിക്കുന്നവരെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരുമോ? അതോ നമുക്കിഷ്ടമായ വഴികളിലേക്ക് നമ്മൾ പോകുമോ? അത് പാടില്ല എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. യെരമ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ ജനം എന്നോട് 2 ദോഷം ചെയ്തു. എന്താ ചെയ്തത്? ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ജീവജലത്തിന്റെ ഉറവയായി നമ്മളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിവുള്ള നദി ഒഴുകുകയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നു? വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ കുഴിക്കുകയാ ദൈവജനം. നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കിണറ് കുത്തിയിട്ട് വെള്ളം കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടായി കണ്ടേക്കാം. ഞാൻ വരുന്നത് അല്പം ഉയർന്ന ഭൂപ്രദേശമാണ് എൻ്റെ വീട്. അവിടെ കിണറ് കുത്തിയിട്ട് വെള്ളം കണ്ടില്ലെങ്കിൽ ഒത്തിരി നഷ്ടങ്ങൾ പറയാനുണ്ട്. ഒന്ന്, സാമ്പത്തികമായി ഭയങ്കര നഷ്ടം ഉണ്ടാകും. പിന്നെ സ്ഥലപരമായ നഷ്ടം ഉണ്ടാകും. അധ്വാനപരമായ നഷ്ടം ഒത്തിരി ഉണ്ടാകും. ഇത് മാത്രമല്ല, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും പള്ളിയിൽ പോകുന്ന സമാജാംഗങ്ങളൊക്കെ ആണല്ലോ. ഈ പോകുന്ന വഴിക്ക് അവർ പറയും, അടുത്ത സഹോദരിയോട് പറയും, എടേ ഇയാൾ കേട്ടോ, എന്തടേ നമ്മുടെ അച്ഛന്റെ വീട്ടിലെ കിണറ് കുത്താൻ തുടങ്ങി. അത് ഞാൻ കേട്ടിരുന്നു, പക്ഷേ വെള്ളമില്ല. ഓ, അത് ഒരു കാര്യം ഉണ്ടടേ. എന്താ കാര്യം? അച്ഛനൊരു പക്ഷേ കുഴപ്പമൊന്നും കാണത്തില്ല. അച്ഛന്റെ വീട്ടിലുള്ളവരുടെ ഹൃദയം എന്താ, പാറ പോലെ കഠിനമായതുകൊണ്ടാ അവിടെ വെള്ളം കിട്ടാത്തത്. ഇത് കേൾക്കുന്നത് എന്റെ മാതാപിതാക്കൾക്ക് സഹിക്കുവോ? ഇല്ല. അപ്പൊ വെള്ളം കിട്ടാത്തത് മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരു മാനഹാനിയും കൂടെ ഉണ്ട്, ഒരു കളിയാക്കലും കൂടെ ഉണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റി നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയാൽ ഇതേപോലെ അധ്വാനം നഷ്ടമാകും, സമയം നഷ്ടമാകും, പ്രയത്നങ്ങൾക്ക് ഒരു ഫലവും കാണുകയില്ല, സ്വസ്ഥത കിട്ടുകയില്ല, മാനഹാനി കൊണ്ട് തല നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തു ചെയ്യണം? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരണം. അത് പറയുമ്പോ യെരമ്യാ പ്രവാചകൻ അന്ന് വീണ്ടും ഒരു കാര്യം പറഞ്ഞു. 2-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ ജനം മുഖമല്ല പുറമത്ര എങ്കിലേക്ക് തിരിക്കുന്നത്, പിന്നെ ഞാൻ അവരുടെ നിലവിളിക്ക് എങ്ങനെ ഉത്തരമരുളും? എന്റെ ജനം എന്റെ അടുത്തിലേക്ക് എന്താണ്? അവരുടെ മുഖമല്ല, നേരെ തിരിഞ്ഞു നിൽക്കുക, പുറം തിരിഞ്ഞു നിൽക്കുകയാ. പുറം തിരിഞ്ഞു നിൽക്കുമ്പോ എങ്ങനെ ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്?
34 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടതയിൽ നിന്നും അവനെ വിടുവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ, ദൈവത്തിന്റെ വലിയൊരു കൃപ നമ്മുടെ മേലുണ്ടാകണമെങ്കിൽ അവന്റെ മുഖത്തേക്ക് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ നോക്കാം. പ്രിയപ്പെട്ടവരെ, മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ആ ആളിനെ നമ്മൾ കീഴ്പ്പെടുത്തുന്നു എന്നാണ് ശാസ്ത്രം. മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ആ ആളിനെ നമ്മൾ കീഴ്പ്പെടുത്തുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമുക്ക് പലയിടത്തും മറച്ചു വെക്കാനൊന്നുമില്ല. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആത്മാർത്ഥമായി നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ കാൽവരി കുരിശിലേക്ക്, അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് എല്ലാം നമ്മൾ അറിയാതെ തുറന്നു പറയണം. എങ്കിൽ മാത്രമേ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമ്മളുടെ മുഖം പ്രകാശം ആവുകയുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് പ്രവാചകൻ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തപ്പോൾ ഈ ജനം ഒന്നടങ്കം തിരിച്ചു വരികയാ, ഈ ജനം ഒന്നടങ്കം മാറുകയാ. അവർ അവരുടെ ഒളിവിടങ്ങളിൽ നിന്ന് ഓടി വരികയാ. പ്രവാചക ശബ്ദം തിരിച്ചറിയുകയാ. ജനം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു. ഒന്ന്. രണ്ടാമതായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഇടയിലുള്ള വിഗ്രഹങ്ങളെ നീക്കം ചെയ്യണം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇവരുടെ യാത്രയിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പലതരത്തിലുള്ള ദൈവങ്ങളെ, പല വിഗ്രഹങ്ങളെ നിങ്ങൾ കാണും. എന്നാൽ അതിനെ ഒന്നും കൂട്ടുപിടിക്കരുത്. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് പറഞ്ഞു. അതുകൂടാതെ ഇഷ്ടം പോലെ വിഗ്രഹങ്ങളെ അവർ അന്ന് കൂട്ടുപിടിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വിഗ്രഹങ്ങളാ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്ന തടസ്സമായി ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചാൽ, എന്റെ പദവിയെ സ്നേഹിച്ചാൽ, എന്റെ കുടുംബത്തെ സ്നേഹിച്ചാൽ, എന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചാൽ, ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയെ സ്നേഹിച്ചാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെല്ലാം വിഗ്രഹങ്ങളാ. നമ്മൾ ഇന്നായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്ക് വലുതായി അഹങ്കരിക്കുവാനായി പറ്റുമെന്ന് തോന്നുന്നില്ല. ദൈവത്തിന്റെ ദാനമായി നൽകിയതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കുടുംബമെന്നും നമ്മുടെ പദവിയെന്നും, ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ മക്കളെന്നും, നമ്മളായിരിക്കുന്ന വലിയ സ്ഥാനം ദൈവത്തിന്റെ കൃപയാണെന്നും തിരിച്ചറിയുമോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ തിരിച്ചറിയണം. ദൈവകൃപ വ്യാപരിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുവാൻ വൈമനസ്യം കാണിക്കരുത്. ഈ പകൽക്കാലം നമുക്ക് അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരാം. സെമിനാരി പഠിക്കുമ്പോ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞു വരുന്ന സംഭവവുമായി എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും പള്ളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. കാരണം സെമിനാരിയിൽ നിന്ന് സൺഡേ മിഷന് പോയിട്ടുള്ള പള്ളികളിൽ നിന്നും ആളുകൾ ഒരു പക്ഷേ എന്നെ ഈ കേൾക്കുന്ന ശബ്ദപരിധിക്ക് എവിടെയെങ്കിലും കണ്ടേക്കാം. ഈ അവിടെ സൺഡേ മിഷനെ വിടുന്ന ഒരു പതിവുണ്ട് സെമിനാരിയിൽ. ഞായറാഴ്ചകളിൽ ഒരു ദേവാലയത്തിൽ പോകും. ഒരു സെമസ്റ്റർ ഒരു ദേവാലയത്തിലാണ്. ഈ പോകുമ്പോ ഒരു ദേവാലയത്തിൽ ചെല്ലുന്ന ആളുകൾക്ക് ഭയങ്കര പേടിയാ. എന്താ കാര്യം എന്നറിയാമോ? അവിടെ പ്രസംഗിക്കുന്ന സമയം 8 മിനിറ്റ്, 5 മുതൽ 8 മിനിറ്റ് വരെയാണ് മിക്കവാറും ടൗൺ ഏരിയകളിൽ പ്രസംഗത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം. സൺഡേ മിഷന് ചെല്ലുന്ന ആളിനോട് ആദ്യമേ അച്ഛൻ പറയും, ബ്രദറെ അല്ലെങ്കിൽ ഷമാശ 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കരുത്, അല്ലെങ്കിൽ 8 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കരുത്. അങ്ങനെ അവിടെ ഒരു വലിയ പള്ളിയിൽ, നമ്മൾ സൺഡേ മിഷന് പോകുന്ന ഒരു പള്ളിയിൽ പോകാൻ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ മുന്നമേ പോയ ആളുകളിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ അറിവുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതനുസരിച്ച് ആദ്യ ഞായറാഴ്ച കൃത്യം 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തി. 5 മിനിറ്റിലൊന്ന് കൂടിപ്പോയാൽ ആ പള്ളിയിൽ മാന്യനായ ഒരു സാറുണ്ട്. ആ സാർ അദ്ദേഹം ഏറ്റവും കതകിന്റെ അടുക്കലാണ് നിൽക്കുന്നത്, ഏറ്റവും പുറകിലെ കതകിന്റെ അടുക്കലാണ് നിൽക്കുന്നത്. അദ്ദേഹം ആ തൂണോട് ചാരി ഇങ്ങനെ നിൽക്കും. 5 മിനിറ്റ് പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് പ്രസംഗം നിർത്തിയില്ലെങ്കിൽ അദ്ദേഹം പെല്ല കൈ ഉയർത്തും. എന്നിട്ട് ഈ വാച്ചൽ വെറുതെ തൊട്ടു കാണിക്കും.
സമയം പോയി മോനെ, നിർത്താനാ അതിന്റെ ആശയം. എന്നിട്ടും പ്രസംഗം നീട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹത്തിന്റെ കയ്യിൽ 5 രൂപയുടെ തുട്ട് കാണും. ദേവാലയത്തിൽ ഇവിടെ നടുക്കിരിക്കുന്ന ഒരു മെറ്റൽ ബോക്സ് ആ പള്ളിയിലുണ്ട്. ഈ തുട്ട് കൊണ്ടുവന്ന ഈ മെറ്റൽ ബോക്സിൽ ടിക്കെന്നങ്ങിടും. ഇടുമ്പോ ജനമെല്ലാം എന്ത് ചെയ്യും? ഇദ്ദേഹത്തെ നോക്കും. ഇദ്ദേഹം വലിയ വിജയീ ഭാവത്തില് പുറകെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ അങ്ങോട്ട് പോകും. ഈ പോകുന്ന വഴിക്ക് എല്ലാവരും ഇദ്ദേഹത്തെ നോക്കും. നമ്മളാകെ ചമ്മിപ്പോകും. ആര് പ്രസംഗിക്കാൻ നിന്ന ആളും അവര് ചമ്മിപ്പോകും. അതോടെ തീരുന്നില്ല ക്രൂര വിനോദം. പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോ അദ്ദേഹത്തിന് നല്ലപോലെ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ വക ഒരു ക്ലാസ് ഉണ്ട്. ഷമ്മാശ ബ്രദറെ, പറഞ്ഞു പോയത് തെറ്റിപ്പോയത്, അല്ലെങ്കിൽ അങ്ങനെ കൂടെ ചേർക്കണം, ഇങ്ങനെ ശരി. എന്നാലും ഇദ്ദേഹം ദേവാലയം വിട്ടു പോകത്തില്ല. എല്ലാവരും അറിഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമേ ദേവാലയത്തിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പൊ എന്റെ മനസ്സിലൊരു താല്പര്യം, എന്റെ സാറേ, ഇത്രയും സമയം സാറി ദേവാലയത്തിൽ പുറത്ത് ചെലവഴിക്കുന്നുണ്ടല്ലോ, ഒരു 5 മിനിറ്റ് കൂടെ അകത്തിന് ചെലവഴിച്ചാൽ എന്താ? അദ്ദേഹം നമ്മളെ കൊല്ലാക്കൊല ചെയ്യും വാക്കുകൊണ്ട്. ഒരു പ്രാവശ്യമേ നമുക്ക് സംസാരിക്കാൻ തോന്നുകയുള്ളൂ, പിന്നെ നമ്മൾ സംസാരിക്കത്തില്ല. അത്രമാത്രം നല്ല പദങ്ങൾ ഉപയോഗിച്ച് കളയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്ത 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഞായറാഴ്ചകളിൽ ഇദ്ദേഹത്തെ ആ സ്ഥലത്ത് കണ്ടില്ല. അപ്പോഴ് പ്രസംഗം കൃത്യമായി 8 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടൊക്കെ നിർത്തി. അടുത്ത ഞായറാഴ്ച നോക്കിയപ്പോ കുട്ടികൾ നിൽക്കുന്ന വശത്ത് ഈ സാറ് വന്ന് നിൽപ്പുണ്ട്. കുഞ്ഞുങ്ങളുടെ കൂടെ പാട്ടുപുസ്തകം കുർബാനക്രമം എടുക്കുന്നു, പാടുന്നു, അവരുടെ കൂടെ ഇരിക്കുന്നു, പ്രസംഗിക്കുന്നു, ശ്രദ്ധിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് പരീക്ഷിക്കേണ്ടൊക്കെ വണ്ണം എന്ത് ചെയ്തറിയാമോ? 5 മിനിറ്റ് പ്രസംഗം അല്പം കൂടെ ഒന്ന് നീട്ടി നോക്കി. യാതൊരു ഭാവഭേദവുമില്ല, വളരെ അടങ്ങിയ അവിടെ ഇരിപ്പുണ്ട്. പ്രസംഗം കഴിഞ്ഞ് പള്ളി വിട്ടപ്പോഴത്തെ വികാരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇതേപോലെ ആ സാർ ഇന്ന് വളരെ ഫ്രണ്ടിൽ വളരെ അടങ്ങിയിരിപ്പുണ്ടല്ലോ, എന്താ കാര്യം? ഉടനെ അച്ഛനും പറഞ്ഞു, സാർ അച്ഛമാശ, ഞാനും ഇതായിരുന്നു ശ്രദ്ധിച്ചത്, അദ്ദേഹത്തിന് എന്തോ മാറ്റമുണ്ടായിട്ടുണ്ട്. എന്തായാലും ചോദിച്ചേക്കാം. വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോ ഞങ്ങൾ ഇതുപോലെ അച്ഛനും ഞാനും കൂടെ ചോദിച്ചു, സാറേ എന്തു പറ്റി? ഭയങ്കര മാറ്റം മുഖത്ത് പ്രകടമാണല്ലോ. സാധാരണഗതിയിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന ആൾ ഏറ്റവും മുന്നേ വന്ന് കുഞ്ഞുങ്ങളുടെ അടുക്കൽ വന്നു പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ബഹളമൊന്നുമില്ല, തിരക്കൊന്നും കാണിക്കുന്നില്ല, എന്തു പറ്റി? അപ്പോഴദ്ദേഹം പറയുകയാ, ഇവിടെ നിന്ന് ഒരു സൺഡേ സർവീസ് കഴിഞ്ഞ് വീട്ടിലെത്തിച്ചു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പത്രവായനയിൽ ഇങ്ങനെ ഇരിക്കുകയാ. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് അടുക്കളയിൽ കാര്യമായ ജോലിയിൽ വ്യാപൃതയാണ്. ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ കയറി വന്നു. വീട്ടിൽ കയറി വന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് കുടിക്കുവാൻ വെള്ളമോ കഴിക്കാൻ എന്തെങ്കിലും തരണം. അപ്പോഴത്തേക്ക് ഈ സാറ് പറഞ്ഞു, അതേ, ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നതാണ്, ഇവിടെ വെള്ളമൊന്നുമില്ല, നിന്നെ പണിക്ക് പോവും. അദ്ദേഹം പറഞ്ഞു. അയാൾ ആ ഭിക്ഷക്കാരൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, സാർ, എനിക്ക് നടക്കാൻ വയ്യ. ദേഷ്യം കൂടിയപ്പോ ഇദ്ദേഹം ഒരൊറ്റ ചവിട്ട് കൊടുത്തു ഭിക്ഷക്കാരന്. ഭിക്ഷക്കാരൻ അവിടെ ഒന്ന് വീണു, അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊരു തലയ്ക്ക് ചുറ്റൽ, തല കറങ്ങി വീണു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ഓപ്പറേഷൻ വേണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ബ്ലഡ് ഗ്രൂപ്പ് റയർ ബ്ലഡ് ഗ്രൂപ്പാണ്, ഇവർക്ക് തക്കതായ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അവൻ താമസിക്കുന്നത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അത് മെഡിക്കൽ കോളേജിന്റെ ഓപ്പോസിറ്റിലുള്ള ബസ് സ്റ്റാൻഡിൽ കാണും, അതല്ലെങ്കിൽ തിരുനക്കര അമ്പലത്തിൽ കാണും. അതിന്റെ എവിടെങ്കിലും ഈ ആള് കാണും. ആളിന് രൂപവും ഭാവവും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഡോക്ടർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കൂടെ അവൻ വരും എന്ന് പറഞ്ഞു. നമ്മുടെ സാറും മകനും കൂടെ ആളിനെ അന്വേഷിച്ചു പോയി. ഇങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ തിരുനക്കരയിൽ നിന്ന് ആളിനെ കണ്ടെത്തി. നോക്കിയപ്പോഴാരാണെന്നറിയാമോ? 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭിക്ഷയ്ക്ക് വന്ന ആളിനെയാണ് ഈ ഡോക്ടർ പറഞ്ഞു വിട്ട ആളും. തിരിച്ചു വിളിച്ചു, വണ്ടിയെ കൊണ്ടുവന്നു, ബ്ലഡ് ഒക്കെ എടുത്തു. ചുരുക്കി പറയാം, ബ്ലഡ് എടുത്തു കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴത്തേക്ക് ഈ സാറ് ഒരു 500 രൂപ എടുത്ത് ഈ മനുഷ്യന് കൊടുത്തു. ഉടനെ ഈ ഭിക്ഷക്കാരൻ ഈ പൈസയിൽ പിടിക്കാതെ ഈ സാറിന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, സാർ ഓർക്കുന്നുണ്ടോ? ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ സാറിന്റെ വീട്ടിൽ വന്നതാ. എനിക്ക് പണം ആവശ്യമില്ല, ഞാൻ വർഷങ്ങളായി ഇവിടെ ഇങ്ങനെ ബ്ലഡ് കൊടുക്കുന്ന ആളുമാ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാല്, എനിക്ക് അത്യാവശ്യം ഭക്ഷണം വേണം, അതിനു വേണ്ടി മാത്രമാ ഞാൻ ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്താട്ട് സാറിന്റെ പണം സാറിന്റെ കയ്യിൽ ഇരിക്കട്ടെ,
എനിക്ക് അതുകൊണ്ട് ഒന്നും നേടാനില്ല. സാറിന്റെ പണം സാറിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഭിക്ഷക്കാരൻ അവിടുന്ന് ഇറങ്ങി നടന്നു. ഈ ഒരു സംഭവം ഈ സാറിന്റെ മനസ്സിൽ ഭയങ്കരമായ മാറ്റമുണ്ടാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങൾ, ചില അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുമ്പോ നമ്മൾ വലിയ ആളുകളാണെന്ന് അബദ്ധധാരണകൾ, മനക്കോട്ടകൾ കെട്ടി നമ്മൾ ജീവിക്കും. എന്നാൽ ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തെക്കാൾ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും സ്ഥാനം കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം പൗലോസ് ഓർപ്പിക്കുന്നു, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. തുടർന്ന് വാക്യം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നു. അവൻ എന്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപ വൃഥാവായി മാറിയില്ല. ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാൽ ആകുന്നു. ഞാൻ നല്ലൊരു കുടുംബസ്ഥനായിരിക്കുന്നുവെങ്കിൽ, കുടുംബിനിയായിരിക്കുന്നുവെങ്കിൽ, കുഞ്ഞുങ്ങളായിരിക്കുന്നുവെങ്കിൽ, ഉദ്യോഗസ്ഥരായിരിക്കുന്നുവെങ്കിൽ നമ്മൾ ആകുന്നത് ദൈവത്തിന്റെ കൃപയാൽ ആകുന്നു എന്ന് തിരിച്ചറിയുമോ പ്രിയപ്പെട്ടവരെ? ഈ കൃപ വാങ്ങിച്ചാൽ മാത്രം പോരാ. വീണ്ടും പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനു വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നു. ഞാൻ അവനു വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നു. ദൈവത്തിനു വേണ്ടി കൂടുതൽ അധ്വാനിപ്പാൻ തക്കവണ്ണം ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് തിരിച്ചറിയണം. ദൈവകൃപ ഒരിക്കലും വൃഥാവായി മാറില്ലേ പ്രിയപ്പെട്ടവരെ? അതാ കവി പൂന്താനം പറഞ്ഞത്, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റുവാനും മാളിക മുകളിലിരിക്കുന്നവനെ താഴെ ഇറക്കുവാനും കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് അവൻ നമ്മുടെ മേൽ ചൊരിഞ്ഞ ദൈവകൃപയ്ക്ക്, അവൻ നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവ കരുണയ്ക്ക് വിഘാതമായി നമ്മുടെ ജീവിതത്തിൽ അഹംഭാവമുണ്ടെങ്കിൽ, ഞാനെന്ന ഭാവമുണ്ടെങ്കിൽ, എൻ്റെ എന്നൊരു ഭാഗമുണ്ടെങ്കിൽ, എൻ്റെ മിടുക്കെന്നൊരു ഭാവമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തണം, അതിനെ ഉപേക്ഷിക്കണം. ഇസ്രായേൽ മക്കൾക്ക് ദൈവമല്ലാതെ പല ദൈവങ്ങളെയും അവർ കൂട്ടുപിടിച്ചു. അവരെ നടത്തിക്കൊണ്ടും ദൈവത്തെ അവർ മറന്നുപോയി. അവരുടെ ഭാവങ്ങളിൽ മാറ്റമുണ്ടായി, അവരുടെ സംസാരങ്ങളിൽ മാറ്റമുണ്ടായി, അവരുടെ ഇടപെടലിൽ മാറ്റമുണ്ടായി. ഇതെല്ലാം അവരുടെ പരാജയത്തിന് കാരണമായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. ഒന്നാമതായി ഇസ്രായേൽ മക്കൾ ചെയ്തത് എന്തെന്നാ പറഞ്ഞത്? ഒന്നാമതായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു. രണ്ടാമതായി അവരുടെ ഇടയിൽ ദൈവകൃപ വ്യാപരിക്കുന്നതിന് തടസ്സമായി അവരുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ അധികമായി കണ്ടിരുന്ന വിഗ്രഹങ്ങളെ എന്തു ചെയ്തു? ജനം നീക്കം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ സ്ഥാനത്തും സാഹചര്യങ്ങളിലുമായിരിക്കുമ്പോ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കരുതേ. ദൈവത്തിനായി കൂടുതൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. കോസ്റ്റിക്ക ഐലൻഡിൽ പച്ചയാമകളെ പറ്റി വായിച്ചിട്ടുണ്ട്. അവിടെയുള്ള പച്ചയാമകളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, പച്ചയാമകൾ കടലിന്റെ തീരത്ത് വന്ന് വലിയ കുഴി കുഴിക്കും. അതിൽ അമ്മ പച്ചയാമ വലിയ കുഴി കുഴിച്ചിട്ട് അതിൽ മുട്ടയിടും. മുട്ടയിട്ടിട്ട് ഒരു ലെയർ മുട്ടയിട്ട് കഴിയുമ്പോൾ അതിന്റെ മണ്ടയിൽ മണൽ വിരിക്കും. വീണ്ടും മുട്ടയിടും, മണൽ വിരിക്കും. അതിന്റെ അവസാനം ഒരു മുട്ട അതിന്റെ മണ്ടയ്ക്ക് വെക്കും. അതിന്റെ മണ്ടയ്ക്കും മണൽ വിരിച്ചിട്ട് ഇത് കടലിലേക്ക് നീന്തിപ്പോകും. കടലിന്റെ സാമീപ്യവും തിരകളുടെ സാമീപ്യവും സൂര്യന്റെ പ്രകാശവും കൊണ്ടൊക്കെ ഈ ആമമുട്ടകൾ വിരിയും. വിരിഞ്ഞു കഴിയുമ്പോ ആദ്യം പുറത്തിറങ്ങുന്ന പച്ചയാമ കുഞ്ഞുണ്ടല്ലോ, അത് ആ മണ്ണിന്റെ സുഷിരത്തിൽ കൂടെ പെല്ലെ മുകളിലോട്ട് വന്ന് തലയാദ്യം ഒന്ന് ഉയർത്തും, താഴ്ക്കും. പിന്നെയും സൂര്യപ്രകാശമൊക്കെ കുറച്ചുകൂടെ ശക്തിയോടെ ആവാഹിച്ച് അതിന്റെ കൊച്ചു കൈയും കാലൊക്കെ ഇങ്ങനെ വിടർത്തി ഈ ചെറിയ ദ്വാരത്തിൽ നിന്ന് പുറത്തു വരും. പുറത്തു വന്നിട്ട് എന്താ ചെയ്തറിയാമോ? തൻ്റെ അമ്മ കുഴിച്ച കുഴിയുടെ വിസ്തീർണം കൃത്യമായി ഈ കൊച്ചു പച്ചയാമയ്ക്കറിയാം. ഇത് ഇങ്ങനെ അതിന് റൗണ്ട് വെക്കും. കുറച്ചു നേരം റൗണ്ട് വെച്ചിട്ട് അതിനൊരു സ്ഥലത്ത് മാറി നിൽക്കും.
എന്നിട്ട് ഓരോ ആമക്കുഞ്ഞുകളും അതിൽ നിന്ന് പുറത്തു വരുന്നത് വരെ, അവസാന ആമക്കുഞ്ഞു വരെ പുറത്തു വരുന്നത് വരെ ഈ ആദ്യം ഇറങ്ങിയ ആമ ഇതിനെ എല്ലാം നോക്കിയിരിക്കും. എന്നിട്ട് അവസാനത്തെ ആമക്കുഞ്ഞും പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇതിനെ എല്ലാത്തിനെയും നയിച്ചുകൊണ്ട് ആദ്യം പുറത്തിറങ്ങിയ ആമ പോവുകയുള്ളൂ. അതുകൊണ്ടാ അവയ്ക്ക് വംശനാശം നേരിടാതിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ സ്ഥാനത്തും ഓരോ സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് നമ്മൾ മാത്രം നടന്നു പോകാനല്ല, നമ്മുടെ പിറകിലുള്ളവരെ സംരക്ഷിക്കാനുള്ള കഴിവുമുണ്ട്. ദൈവത്തിന്റെ ദാനമാണതെന്ന് തിരിച്ചറിയണം, ദൈവത്തിന്റെ കൃപയാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ആ കൃപയ്ക്ക്, ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവകൃപയ്ക്ക് വിഘാതമായി, വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനെ ഈ പകൽക്കാലം നീക്കം ചെയ്യണം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും തടസ്സമായി ചില വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ അവരോട് പറഞ്ഞു, അവരത് നീക്കം ചെയ്തു. മൂന്നാമതായി പ്രവാചകൻ അവരോട് പറയുന്നു, 1 ശമൂവേൽ 7-ാം അധ്യായം 5-ാമത്തെ വാക്യം, അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും നിങ്ങൾ മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് ഏറ്റുപറഞ്ഞു. ശമൂവേൽ വീണ്ടും ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അങ്ങുമിഞ്ഞും പോയി നിന്നാൽ പറ്റുകയില്ല. നിങ്ങൾ ഒരുമിച്ച് കൂടണം. എന്തിനു വേണ്ടിയാ? പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടണം. എവിടെ ഒരുമിച്ച് കൂടണം? മിസ്പയിൽ ദൈവത്തിന്റെ കാവൽ മാടത്താ നിങ്ങൾ ഒരുമിച്ച് കൂടണം. നമ്മൾക്ക് ഈ ഒരുമിച്ച് കൂടാൻ പഠിക്കുന്നത് എവിടെ നിന്നാ? നമ്മുടെ ഭവനങ്ങളിൽ നിന്നാ. പണ്ട് നമ്മൾ ഒരുമിച്ച് കൂടാൻ പഠിച്ചിരുന്നതും കുടുംബങ്ങളിൽ നിന്ന്. ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഓരോ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായി മനസ്സിലാക്കുന്നത്, ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, പ്രാർത്ഥിക്കാനായി ആദ്യം പഠിക്കുന്നതും ഭവനത്തിൽ നിന്നാ. ഒരുമിച്ച് കൂടി പാട്ടുപാടുമ്പോൾ പറയും, തലമുതിർന്ന ആള് പറയും, വേദപുസ്തകം ഓരോരുത്തർ വായിക്കാൻ പറയും, ഓരോരുത്തർ വായിക്കും, എന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഓരോരുത്തരെ കൊണ്ടും പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. അതേപോലെ തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ മുതിർന്നവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതും കുടുംബം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴാണ്. ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതും അങ്ങനെയായിരുന്നു പണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ എന്ന് നിങ്ങൾ സ്വയമേ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ കുടുംബത്തിൽ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കാറുണ്ടോ? അവരെ കൊണ്ട് പാട്ടുപാടിക്കാറുണ്ടോ? സാധാരണഗതിയിൽ കൺവെൻഷനുകളിൽ പോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ നമുക്കൊരു പാട്ട് പാടാം, അതിരാവിലെ തിരുസന്നിധി, എന്നിട്ട് തുടക്കമിട്ട് കൊടുക്കും. മിണ്ടത്തില്ല, അവർക്കറിയത്തില്ല. എന്നിട്ട് പറയും, ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം, തുടക്കമിട്ട് കൊടുക്കും. മിണ്ടത്തില്ല. പുറയിരുന്ന അമ്മമാരും അപ്പന്മാരും ചൊല്ലും, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സ്ഥാനത്തായാലും ഏത് സാഹചര്യത്തിലായാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചില്ല എങ്കിൽ, നിങ്ങൾ അവർക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള വാഹനവും മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ബാങ്ക് ബാലൻസും ഒക്കെ ഒപ്പിച്ചു കൊടുത്താലും തീർച്ചയായും ഒരു ദൈവകൃപ അവർക്ക് സമ്മാനമായി കൊടുത്തില്ലെങ്കിൽ, തീർച്ചയായും ഇവിടെ കേൾക്കുന്ന എൻ്റെ അപ്പന്മാരെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നാഭി ചവിട്ടി പഴിപ്പിക്കും. എൻ്റെ അമ്മമാരെ, നിങ്ങളുടെ തലമുടിക്ക് കുത്തിപ്പിടിക്കും. എന്നിട്ട് നിങ്ങൾ പറയാ, അയ്യോ അവൻ പഠിക്കാൻ പോയ പറ്റിയതാണ്, അവളെ കൂട്ടുകാർ ചതിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കഥയില്ല. ഒരു പഴമൊഴിയുണ്ട്, അവനവന്റെ പൊന്ന് ഊതിപ്പിത്തളയായതിന് ഊതിയ തട്ടാനെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. പൊന്നു പൊന്നായും പിത്തള പിത്തളയായേ ഇരിക്കത്തുള്ളൂ. നിങ്ങളുടെ പൊന്ന് പൊന്നായിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുവാനായി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് അപ്പുറം മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ദൈവത്തോട് മനസ്സ് തുറന്ന് പറയാം.
നമുക്ക് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പം ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് സ്വർഗത്തിൽ നിന്ന് വാതിൽ തുറക്കാൻ തക്കവണ്ണം നമ്മുടെ ദൈവത്തിന് കഴിയും. നമുക്കറിയാം, ദേവാലയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഹന്ന ഏങ്ങി മോങ്ങിക്കരഞ്ഞു. പുരോഹിതന് പോലും മനസ്സിലായില്ല, സ്ത്രീയെ നീ കുടിച്ചിരിക്കുന്ന വീഞ്ഞിന്റെ കട്ടുമാറിയിട്ട് വാ. അല്ല യജമാനനെ, ഞാനോ മനോവസനമുള്ള ഒരു സ്ത്രീ, ഞാൻ എന്റെ ഹൃദയഭാരം ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് മാത്രം പുറത്തു വന്നു, വാചകങ്ങൾ വന്നില്ല, മുഖചലനങ്ങൾ മാത്രമേ ആ സ്ത്രീക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന വേദഭാഗത്തിന്റെ നായകനായിരിക്കാൻ തക്കവണ്ണം യഹോവയായ ദൈവം വലുതാക്കിയ ശമൂവേൽ എന്ന ബാലനുണ്ടായത്. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കരയുമോ? ഹാഗാർ മരുഭൂമിയിൽ ഏകയായി കിടന്ന് ഉഴന്നു നടക്കുകയാ. യജമാനൻ കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളവും അപ്പവും തീർന്നു. ഒരു തുമ്പയുടെ തണലില്ല. കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യ. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിട്ടിട്ട് ഒരൻപിൻപാട് ദൂരത്ത് പോയിരുന്നെന്ന് ഹാഗാർ കരയുകയാ. സ്വർഗത്തിലെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. ദൈവം പറയുകയാ, ഹാഗാരേ, നിന്നെയും നിന്റെ കുഞ്ഞിന്റെയും നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടെ ഒരു നീരുറവ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇന്നും ചരിത്രത്തിന്റെ ഭാഗമായി ആ നീരുറവ പൊട്ടിപ്പുറപ്പെടാൻ കാരണം കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമോ? ജീവിതത്തിന്റെ യാത്രയിൽ വിശുദ്ധിക്ക് നഷ്ടപ്പെടാതെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച മഹാപരിശുദ്ധന്റെ കബറിടത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആ വിശുദ്ധി നമുക്ക് കൂട്ടായിരിക്കുമോ? നല്ലതുപോലെ പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് കവി നാലപ്പാട്ട് നാരായണന്റെ വരികൾ പറയുന്നത്, ഒരുക്കിടുന്നു മിഴുനീരിലിട്ട് മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കുവാൻ ഭുവനൈക ശില്പി. ഒരുക്കിടുന്നു മിഴുനീരിലിട്ട്, ഒരുക്കിടുന്നു മനുഷ്യനെ അവന്റെ കണ്ണുനീരിലിട്ട്. മനുഷ്യഹൃത്താം കനകത്തെ ഏതോ, മനുഷ്യന്റെ ഹൃദയമാകുന്ന കനകത്തെ ഏതോ നല്ല ഒരു പണിത്തരത്തിന് ഉപയുക്തമാക്കുവാൻ ഭുവനൈക ശില്പി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് കുഴപ്പമുണ്ടായിട്ടുണ്ട്, കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചു വരണം, നല്ലതുപോലെ പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്നവരെ, ഇസ്രായേൽ ജനം അവർ ഒരുമിച്ച് മിസ്പയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയണേ, യഹോവയുടെ സന്നിധിയിൽ വെള്ളം കോരി ഒഴിച്ചു. ആ ദിവസം അവർ ഉപവസിച്ചു. അന്ന് പാനീയയാഗമായി അർപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ പാനീയ വസ്തുക്കളെ ദൈവത്തിന്റെ സന്നിധി യാഗമായി അർപ്പിച്ചുവെങ്കിൽ, ഓർപ്പിച്ചതുപോലെ ഇന്ന് നമുക്ക് നമ്മുടെ കണ്ണുനീരിനെ ദൈവസന്നിധി സമർപ്പിക്കുവാൻ സാധിക്കണം. അത് മാത്രം പോരാ, നല്ലതുപോലെ ഉപവസിക്കുവാനും നമുക്ക് സാധിക്കണം. ഉപവസിക്കുമ്പോ ആരെയും ബോധ്യപ്പെടുത്താനല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുന്ന വലിയ ഒരു അവസ്ഥയായ ഉപവാസത്തെ കാണണം. അത് മാത്രമല്ല, അതിൽ നിന്ന് മിച്ചം പിടിക്കുന്നവ അതിന് യോജിച്ച ആളുകൾക്ക് കൊടുക്കുവാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഉപവാസവും പ്രാർത്ഥനയും നഷ്ടപ്പെട്ടപ്പോ പരാജയത്തിലെ ഓരോ പടുകുഴിയിലേക്ക് ദൈവജനം പോവുകയായിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് അവർ തിരിച്ചു വരികയാ. തിരിച്ചു വന്ന് അവർ ഉപവസിക്കുകയാ, പ്രാർത്ഥിക്കുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാക്യം പറയുന്നു, അടുത്ത വാക്യം, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് ജനം ഏറ്റുപറഞ്ഞു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോഴെന്തെല്ലാം കാര്യം ഇസ്രായേൽ ജനം ചെയ്തു? ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു. രണ്ട്, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ നീക്കം ചെയ്തു. മൂന്ന്, അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. അവർ കണ്ണുനീരൊഴുക്കി, അവർ ഉപവസിച്ചു. അത് മാത്രമല്ല, വീണ്ടും അവർക്ക് വലിയൊരു ബോധ്യമുണ്ടാവുകയാ, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ജനം അവിടെ വെച്ച് ഏറ്റുപറയുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമോ? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുമോ? പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ്ണം കഴിവുള്ളൊരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് വെട്ടിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കണ്ണ് വെട്ടിക്കാം. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ദൈവത്തിന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നല്ലതുപോലെ അറിയാവുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ആഖാനോട് ചോദിച്ചു, ആഖാനെ, യോശുവ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആഖാനെ നീ എന്തെങ്കിലും ചെയ്തുവോ? ഇല്ല. ആഖാന്റെ കൽക്കൂമ്പാരം അവൻ കാണിച്ച പാപത്തിന്റെ സാക്ഷ്യമാ പ്രിയപ്പെട്ടവരെ. എന്നാൽ പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിയുവാൻ തക്കവണ്ണം എല്ലാവരും കൊണ്ടുവന്നു. എന്നാൽ അവളുടെ പാപത്തിന്, അവളുടെ പാപം ക്ഷമിച്ച് അവളെ സ്നേഹിച്ച ഒരു ദൈവം അവളെ ശിക്ഷ വിധിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 32-ാം സങ്കീർത്തനക്കാർ ഇപ്രകാരം ഓർപ്പിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതിരിക്കട്ടെ, ആത്മാവിൽ കപടമില്ലാതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെറും നിഴലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. 102-ാം സങ്കീർത്തനക്കാർ ഇപ്രകാരം ഓർപ്പിക്കുന്നു: മനുഷ്യൻ ചാഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെ നിശ്ചയം. ആ നിഴലിന് പ്രതിബിംബമായി, പ്രകാശമായി ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴേ നമ്മൾക്ക് വിലയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ മൂലം ദൈവ തേജസ് നഷ്ടമാകാതിരിക്കുവാൻ തക്കവണ്ണം പാപത്തെ പറ്റി നല്ല ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മനുഷ്യനാണ് ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാന്റെ കൃതികളിൽ ഒരു ചെറിയ കഥയുണ്ട്. ഈ കഥയുടെ പേര് കുറുക്കൻ എന്നാണ്. തുടങ്ങുന്ന ഇപ്രകാരമാ: കുറുക്കൻ അധികാലത്ത് നടക്കുവാൻ എഴുന്നേറ്റിട്ട് അപ്പൊ രാവിലത്തെ നിഴലിന്റെ പ്രത്യേകം നമുക്കറിയാം. സൂര്യപ്രകാശം അടിക്കുന്നതനുസരിച്ച് നിഴലിന് ഭയങ്കരമായി വലിപ്പം കൂടും. ഈ നിഴലിന്റെ വലിപ്പം കണ്ടപ്പോ കുറുക്കനൊരു തോന്നൽ: ഞാൻ ഏറ്റവും വലിയ ജീവിയാണ്, അതുകൊണ്ട് എന്ത് വേണമെന്നറിയാമോ, എനിക്ക് വലിയ ഒരു കുതിരയെ ഭക്ഷിക്കണം, കഴിക്കണം. എന്ത് ചെയ്യുന്നറിയാമോ, അയാൾ രാവിലെ മുതൽ ഓടുകയാ. നോക്കും, നിഴലിന്റെ വലിപ്പം നോക്കും, വലിയ നിഴലാണ്. അതനുസരിച്ച് കുതിരയുടെ പുറകെ പോവുകയാ. കുതിരയുടെ പുറകെ ഓടി 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 നടക്കുന്നതല്ലാതെ ഒരു കുതിരയെ പോലും പിടിക്കുവാൻ അയാൾ കഴിഞ്ഞില്ല. അയാൾ ഉച്ചയായപ്പോ ക്ഷീണിച്ച് അവശനായി വന്ന് അവിടെ ഇരുന്നപ്പോഴാണ് നോക്കുന്നത്, അയ്യോ ഞാൻ എത്ര ചെറിയ ജീവിയാ. ഉച്ചയായപ്പോ കൃത്യമായ രൂപം മനസ്സിലായി. അവസാനം ഈ കുറുക്കൻ പറയുകയാ, അതെ, എനിക്ക് വലിയ ഒരു കുതിരയെ കിട്ടിയില്ലേലും വേണ്ടിയില്ല, വിശപ്പടക്കുവാൻ തക്കവണ്ണം ഒരു ചെറിയ എലിയെ കിട്ടിയാ മതിയായിരുന്നു. വലിയ കുതിരയെ കിട്ടിയില്ലേലും വേണ്ടിയല്ല, എന്റെ വിശപ്പടക്കുവാൻ എനിക്ക് ഒരു ചെറിയ എലിയെ കിട്ടിയാ മതിയായിരുന്നു. ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ നിഴലിന്റെ വലിപ്പം കണ്ട് ഉള്ള പാപപ്രവർത്തികളെല്ലാം ചെയ്ത് ദൈവത്തെ പിണക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടുകയാണ്. ഓട്ടത്തിന്റെ അവസാനം നമുക്ക് മനസ്സിലാകും നമ്മൾ ഒന്നും നേടിയിട്ടില്ലെന്ന്, നമ്മുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപബോധമുണ്ടാകണം. നമ്മുടെ മനസ്സിൽ പാപത്തെ പറ്റി ഒരു ചിന്തയുണ്ടാകണം. ഈ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇതിന് വിവരണം പറയുന്ന ഇപ്രകാരമാ: ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വലിയൊരു പ്രലാപകാലമുണ്ടായി, വിലാപത്തിന്റെ വലിയൊരു കാലമുണ്ടായി. ജനം ഒന്നടങ്കം നിലവിളിച്ചു. പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോ ഇസ്രായേൽ ജനം ഏതെല്ലാം തരത്തിലൂടെ യാത്ര ചെയ്തു? ഒന്ന്, അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു. 2, അവരുടെയുള്ള വിഗ്രഹങ്ങളെ ദൈവകൃപ വ്യാപരിക്കുന്നതിന് തടസ്സമായിട്ടുള്ളതിനെ കണ്ടെത്തി ഉപേക്ഷിച്ചു. 3, അവർ മിസ്ബയിൽ ദൈവത്തിന്റെ കാവൽ മാടത്തിൽ ഈ ജനം ഒരുമിച്ചുകൂടി അവർ പ്രാർത്ഥിച്ചു. പിന്നെ അവർ ഉപവസിച്ചു. അത് കഴിഞ്ഞ് അവർ നല്ലതുപോലെ കണ്ണുനീരൊഴുക്കി. പിന്നെ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ഒരു സാഹചര്യം ഉണ്ടായി. അച്ഛൻ വന്ന് പറയുകയാ, അത് ചങ്ങാതി, നിന്റെ ഈ അസുഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറാൻ പോവുകയാ, എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. നീ ഒരു കാര്യം ചെയ്താട്ടെ, നീ ഇതുപോലെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ. വന്നു. നിന്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞു. ദൈവകൃപയ്ക്ക് വിരോധമായി നിന്റെ ജീവിതത്തിൽ ഉള്ളതിനെല്ലാം കണ്ടുപിടിച്ചു. ഉപവസിച്ചു, കരഞ്ഞു. നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ അച്ഛാ, ഞങ്ങളാണെങ്കിൽ വേറെ പണി നോക്കും എന്നാണോ പറയുന്നേ? അല്ല, നമ്മൾ പ്രാർത്ഥിക്കും. മിടുക്കം, നിങ്ങൾ ദൈവകൃപയുള്ളവരാ പ്രിയപ്പെട്ടവരെ. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും.
അത് ഇസ്രായേൽ മക്കൾ ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. 8-ാമത്തെ വാക്യം, ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് ജനം പറഞ്ഞു. ദൈവമായ യഹോവ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രവാചക നീ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന മതിയാക്കരുതേ. കാരണം ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്തെ എല്ലാം കൃത്യമായി നടക്കൂ. നമ്മൾ കൂട്ടുന്നത് പോലെ അല്ല. നമ്മുടെ കണക്കൂട്ടലുകൾ എപ്പോഴും പിശകാവാൻ സാധ്യതയുണ്ട്, തെറ്റാവാൻ സാധ്യതയുണ്ട്. തെറ്റാത്ത കണക്ക് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എപ്പോഴും മുഖത്തെ നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കി നമുക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കത്തുള്ളൂ. അല്ലാതെ ഒരു കൊച്ചു കുഞ്ഞിന് എടുക്കാൻ പറ്റാത്ത ഭാരം അവന്റെ കയ്യിൽ വെച്ചു കൊടുത്താൽ അവന്റെ കൈ കുഴയും, അവൻ തളർന്നു വീഴും. ഈ ഭാരം എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ ഈ കുഞ്ഞിന് കഴിയുകയില്ല. അവൻ മുതിർന്നിട്ടേ അവനെ ഭാരം ഏൽപ്പിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദീർഘകാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില പ്രയാസങ്ങൾ കാണാം, ചില പ്രതിസന്ധികൾ കാണാം, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കാണാം. അവിടെ ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്ന് നിങ്ങൾ കരുതരുത്. ദൈവം നിങ്ങളെ മറന്നിട്ടില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നിങ്ങൾക്ക് അത്ഭുതകരമായി നിങ്ങളെ കരുതും. മനുഷ്യന്റെ കണക്കൂട്ടലുകൾക്കപ്പുറമായി ദൈവത്തിന്റെ കണക്കൂട്ടലുകൾക്കുള്ള സമയമുണ്ട്. അതുവരെ പ്രാർത്ഥന മതിയാക്കരുതേ. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹം കൊടുത്തതിന് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞിനെ ദൈവം ദാനമായി നൽകുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ ഹന്ന കരഞ്ഞു, ഏങ്ങി മോങ്ങി ഏങ്ങലടിച്ചു കരഞ്ഞു. കാലങ്ങൾക്ക് ശേഷമാ ഒരു കുഞ്ഞിനെ നൽകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. നമുക്കറിയാം, ഇപ്പോൾ പാട്ടിൽ പാടാറുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിൽ വലഞ്ഞു പോകുവാൻ അനുവദിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായി. അവർ പ്രവാചകരോട് പറയുക, പ്രവാചക, ഫെലിസ്ത്യർ നമ്മളെ ആക്രമിക്കാൻ വരുന്നു. എന്നാലും പ്രവാചക, ദൈവത്തിന്റെ കൃപ നമ്മൾ മേൽ വ്യാപരിക്കുന്നതിന് ദൈവം ഇടപെടുന്നത് വരെ പ്രാർത്ഥന മതിയാക്കരുതേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ മാമ്പഴക്കാലത്തിന്റെ സമയമാണ്. നമുക്കറിയാം, വഴിയോരങ്ങളിലെല്ലാം ഒത്തിരി മാങ്ങകൾ കൊണ്ടുവെക്കാറുണ്ട്. നല്ല പലതരത്തിൽ ഷേപ്പുള്ള മാങ്ങകൾ. പക്ഷെ പല മാങ്ങകളും കണ്ടാൽ ഭംഗിയുണ്ട്. നമ്മളിത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുചെന്ന് അത് ചെത്തി കഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഒന്നുകിൽ അതിന് ഭയങ്കര പുളിയായിരിക്കും, അതല്ലെങ്കിൽ ഇത് കഴിക്കാൻ പാകമായി കാണത്തില്ല. കണ്ടാൽ വലിയ കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ മൂവാണ്ടം മാങ്ങയും ചെറിയ മാങ്ങകളൊക്കെ ഉണ്ടല്ലോ, അത് പാകമായി കഴിക്കുമ്പോൾ എന്തോ ഒരു രുചിയാ. ഇത് തന്നെയാ മനുഷ്യ ജീവിതത്തിൽ. ചിലത് പാകമായി കിട്ടുവാൻ അല്പ താമസിക്കും, അത് ലോങ് ലാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാകും, ദീർഘകാലം നിലനിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥന മതിയാക്കരുത്. നിങ്ങൾ കൃത്യമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയാ പ്രിയപ്പെട്ടവരെ. ആ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളുടെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ നിന്ന് തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ പ്രാർത്ഥിക്കുക, നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുതെന്ന്. എന്റെ ഇടവകയിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് കുഞ്ഞുങ്ങളോട് പറയും, പ്രാർത്ഥിക്കാൻ പറയും. അവരെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കും. അവർ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചേ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ദൈവം കൂടെ ഉണ്ട് എന്നൊരു വലിയ വിശ്വാസം പകർന്നു നൽകുന്ന കൂടെ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ ശക്തി പകർന്നു നൽകുമോ? പ്രാർത്ഥന മതിയാക്കാതെ ജീവിക്കുമോ? അങ്ങനെ ജീവിച്ചെങ്കിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായതിനു ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് 10-ാമത്തെ വാക്യത്തിൽ കൃത്യമായി പറയുന്നു. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കെടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റുപോയി. നോക്കിക്കേ,
തുടക്കത്തിലെ ഞാൻ പറഞ്ഞു, ആയുധബലവും അംഗബലവും കുറഞ്ഞവരാണ് ഇസ്രായേൽ മക്കൾ. ഒരിക്കലും ഫെലിസ്ത്യരോട് നേരിട്ടൊരു യുദ്ധത്തിന് പോകാനുള്ള ത്രാണി ഇസ്രായേൽ മക്കൾക്കില്ല. എന്നാൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടക്കെടുത്തു. എന്നാൽ ദൈവം ഇടിമുഴക്കി ഫെലിസ്ത്യരെ തോൽപ്പിച്ചു. ദൈവം ഇടപെടുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ഇസ്രായേൽ മക്കൾ പോലും ഇത്തരത്തിൽ ഒരു ഇടപെടൽ, ദൈവത്തിന്റെ സാന്നിധ്യം അവർ ചിന്തിച്ചു പോരുന്നില്ല. ദൈവം അത്ഭുതകരമായി ഇടപെടുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യോഹന്നാൻ സ്നാപകൻ ആളുകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അടുപ്പിക്കുമ്പോ ഇത് കണ്ട് യഹൂദന്മാർക്കും ശാസ്ത്രിമാർക്കും സംശയം തോന്നി. ഇവൻ മശിഹായായിരിക്കുമോ, ഏലിയാ പ്രവാചകനായിരിക്കുമോ, ഏലിയാവായിരിക്കുമോ, ആരായിരിക്കും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ മശിഹായോ ഏലിയാവോ ആ പ്രവാചകരൊന്നുമല്ല, പിന്നെ ഞാൻ ആരാകുന്നു എന്ന് തന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞിട്ട് അവസാനം യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. അതാ നേരത്തെ ഓർപ്പിച്ചത്, ഹാഗാർ അറിയാതെ യജമാനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവം ഹാഗാറിന്റെ ജീവിതത്തിൽ അവൾ അറിയാതെ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ അവൾ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകാതെ അവളോടൊപ്പം ഇരുന്ന് അവിടെ മരുഭൂമിയിൽ നീരുറവെ ഉണ്ടാക്കി കൊടുക്കൊണ്ടൊക്കെ ദൈവം കൂട്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും മരുഭൂമി സമമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോ, പൊള്ളുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ, സഹായിപ്പാൻ ആരുമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ, നമ്മൾ അറിയാത്ത ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കറിയാം, ശത്രുഘ്നെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീച്ചൂളലിട്ട് കഴിയുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന രാജാവ് പറയുക, നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളലിട്ടത്, പിന്നെ 4ാമത് ഒരുവൻ അവരുടെ കൂടെ നടക്കുന്നത് ആരാ? അവരറിയാത്ത ഒരുവൻ അവരുടെ കൂടെ തീയിൽ ദൈവത്തിന്റെ മക്കളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് അവരുടെ തലമുടിക്ക് ഒരു കുഴപ്പം പോലും ഉണ്ടാകാതെ, അവരുടെ ഉടയാടകൾക്ക് ഒരു ചെറിയ പൊള്ളൽ പോലും, ഒരു തീയുടെ ലാഞ്ചന പോലും ഇല്ലാതെ അവരെ സംരക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം അവരുടെ കൂടെ തീച്ചൂളലിറങ്ങി വന്നു. നമുക്കറിയാം, ദാനിയേലിനെ സിംഹക്കുഴിലിട്ട് കഴിയുമ്പോ, സിംഹക്കുഴിലിടുന്നതിന് മുമ്പ് ദാനിയേലിനെ അനവധി ദിവസങ്ങളിൽ പട്ടിണിയിട്ടു. സിംഹത്തെ അനവധി ദിവസങ്ങളിൽ പട്ടിണിക്കിട്ടിരുന്നാ പറയുന്നത്. അങ്ങനെ പട്ടിണിക്കിട്ടിരിക്കുന്ന ആ സിംഹത്തിന്റെ അടുക്കലേക്ക് ഒരു ഇരയെ ഇട്ടുകൊടുക്കുമ്പോ, ഇത് താഴെ വീഴുന്നതിന് മുമ്പേ സിംഹം ചാടിക്കയറി പിടിക്കും. പിടിച്ചിട്ട് നല്ലതുപോലെ അവന്റെ അസ്ഥികൾ ഒടിയത്തക്കവണ്ണം പിടിച്ചു കുലുക്കും. ദാനിയേലിന്റെ അസ്ഥികൾ ഒടിയുന്നത് നോക്കിയിരുന്ന ശത്രുക്കൾ വിചാരിച്ചു, ഇപ്പോ സിംഹമലറും, ദാനിയേൽ നിലവിളിക്കും, അവന്റെ അസ്ഥികൾ ഒടിയുന്നത് കേൾക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ വേദപുസ്തകം സാക്ഷിക്കുന്നു, രാജാവ് അധികാലത്തെ എഴുന്നേറ്റു, ആ ഗുഹാമുഖത്ത് നിന്ന് അതിന്റെ കതക് മാറ്റിയിട്ട് അത് തുറന്നിട്ട് പറയുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ഉടനെ ദാനിയേൽ മറുപടി പറയുന്നുണ്ട്, അല്ലയോ രാജാവേ, ഞാൻ രാജാവിനെതിരെയും എന്റെ ദൈവത്തിനെതിരെയും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ആ ദൈവം സിംഹങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം എനിക്ക് മുമ്പേ ഇവിടെ ഇറങ്ങിയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാനിയേൽ അറിയാതെ തന്നെ, രാജാവ് അറിയാതെ തന്നെ സിംഹത്തിന്റെ വായടപ്പാൻ തക്കവണ്ണം സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നേരിട്ട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തിയില്ലാത്ത ജനത്തിനു വേണ്ടി ഇടിമുഴക്കി ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി ദൈവത്തിന്റെ ശക്തി. ജനം പോലും സ്വപ്നം കാണുന്നതിന് അപ്പുറമായി ദൈവത്തിന്റെ കരം വ്യാപരിച്ചു. അതിനുശേഷമാണ് നമ്മൾ ചിന്തിച്ച ആധാരവാക്യം 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്. അതിനുശേഷമാണ് സകല ജനത്തെയും കൂട്ടിവരുത്തി ഇപ്രകാരം പറയുന്നത്, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. പിന്നെ ശമൂവേൽ മിസ്പയ്ക്കും ഷേനിനും മധ്യേ ഒരു കല്ലെടുത്തു നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ഏബെനേസർ എന്ന് പേരിട്ടു.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഇത്രത്തോളം നമ്മളെ സഹായിച്ചു എന്ന് ആത്മാർത്ഥമായി ഈ ലോകത്തിന് മുമ്പിൽ സാക്ഷി പറയുവാൻ തക്കവണ്ണം നമുക്കും ഇസ്രായേൽ മക്കളോട് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഒന്നാമതായി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി തിരിച്ചു കൊണ്ടുവരാം. രണ്ടാമതായി നമ്മുടെ ഇടയിൽ ദൈവകൃപ വ്യാപരിക്കുന്നതിന് തടസ്സമായിട്ടുള്ളതിനെ കണ്ടെത്താം, ഉപേക്ഷിക്കാം. വിഗ്രഹങ്ങൾ ദൈവത്തെക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിനെ, സ്നേഹിച്ചിട്ടുള്ളതിനെ നമുക്ക് ഉപേക്ഷിക്കാം. മൂന്നാമതായി നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം. നല്ലതുപോലെ കുടുംബമായി സഭയായി പ്രാർത്ഥിക്കാം. ഒരിക്കലും ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല നമ്മൾ. നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതിനുശേഷം അവർ നല്ലതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പാനീയാഗം അർപ്പിക്കുന്നവരുടെ കണ്ണുനീരിനെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. അതിനുശേഷം അവർ ഉപവസിക്കുന്നു. അതിന് തുടർന്ന് അവരുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു. ഇതെല്ലാമായിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ താമസിച്ചപ്പോൾ ഒരിക്കലും അവർ പ്രാർത്ഥന നിർത്തിയില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പോൾ വലിയ പ്രതിസന്ധിയെ അവർ നീക്കം ചെയ്യുന്നത് അവർ പോലും അറിയാതെ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ അത്ഭുതകരമായ ഒരു മാറ്റം ഉണ്ടാകുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യങ്ങളെല്ലാം മാറ്റാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളെ ഒന്ന് തുറക്കാം. നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ദൈവമേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. നിന്നേക്കാൾ അധികമായി ഞാൻ എന്തിനെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എൻ്റെ ജീവിതത്തിൽ മാറ്റുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഹൃദയകാഠിന്യത്തെ മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, മുൻപ് എന്നത്തേക്കാളും അധികമായി മനുഷ്യരുടെ ഹൃദയം കഠിനമായി കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ചാലയിലുണ്ടായ ഗ്യാസ് ടാങ്കർ അപകടം. ഈ ഗ്യാസ് ടാങ്കർ അപകടത്തിന് അന്ന് പത്രങ്ങളെല്ലാം ഭയങ്കരമായ വാർത്ത കൊടുത്തിരുന്നു. ആളുകൾ കത്തിക്കരിഞ്ഞു കിടക്കുന്നു, അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നശിച്ചു. ഭയങ്കര ദയനീയമായിട്ടാണ് കാര്യങ്ങൾ ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ ആളുകളെല്ലാം അവരെ സഹായിക്കാൻ പോകുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതേ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു, ഇനി പുറത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് അവരെ സഹായിക്കുന്നത് ആ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ അത് അല്പവും കൂടെ വിശദമായി അവർ ചർച്ച ചെയ്തു. അവരെഴുതിയത് ഇപ്രകാരമാം. എന്തുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടാതിരുന്നെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? അവിടെ വരുന്ന ആളുകൾക്ക് ഭൂരിഭാഗം ആളുകളും മദ്യപിച്ച് ഇവിടെ വേദനപ്പെട്ട് കിടക്കുന്നവരുടെ ഈ അവസ്ഥകൾ അവർ മൊബൈലും ഹാൻഡി ക്യാമറകളിലും പിടിച്ച് സന്തോഷിക്കുകയും ചിരിക്കുകയാണ്. അതുമാത്രമല്ല, കഠിനഹൃദയരായ ആളുകൾ ആ കത്തിക്കരിഞ്ഞ് കിടക്കുന്നതിനകത്ത് എന്തെങ്കിലും അടിച്ചു മാറ്റാനുണ്ടോ എന്ന് നോക്കുകയാണ്. അതിലും പത്രം അവസാനം എഴുതി വെച്ചതെന്നറിയാമോ? എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കടലുണ്ടിയിൽ അപകടം നടന്നു. ആ സമയത്ത് എന്താ ചെയ്തത്? ജനം ആളുകളുടെ വസ്തുക്കൾ അവർ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവരുടെ ഭവനങ്ങളിലും ആശുപത്രികളിലും എത്തിച്ചു കൊടുത്തു. ആ ജനങ്ങൾ ഒരു 10-15 വർഷത്തിനകത്ത് ജനത്തിനുണ്ടായ ഹൃദയത്തിന്റെ മാറ്റത്തെ സംബന്ധിച്ച പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും, അച്ഛാ അത് ചാലയിലാണെങ്കിൽ ഇവിടെങ്ങും അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്ന്. അല്ല, നമ്മുടെ ഹൃദയത്തോടും നമ്മുടെ മനസ്സാക്ഷിയോടും നമ്മളൊന്ന് ചോദിച്ചു നോക്കിയേ, നമ്മുടെ ഹൃദയം എത്രമാത്രം കഠിനപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്തിന് വിവരണം നൽകുന്ന ഇപ്രകാരമാ. ഈ സംഭവം കഴിഞ്ഞതിനു ശേഷം ഇസ്രായേൽ മക്കളുടെ ഹൃദയ കാഠിന്യം മാറി. അവർ ദൈവത്തോട് കൂടുതൽ അടുത്തവരായി മാറി. പിന്നെ അവരുടെ യാത്ര ദൈവത്തോട് ചേർന്ന് ആയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അന്യപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു ജനത്തിന് പരാജയങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഹൃദയം ദൈവത്തോട് ചേർന്ന് അവർ യാത്ര തുടർന്നപ്പോൾ അവർക്ക് പരാജയത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി അവരെ വിടുവിച്ചു. ലോകത്തിന് ഇന്നും സാക്ഷ്യമായ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നുള്ള സാക്ഷ്യം ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ,
ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് തലകളെ വണക്കുന്നു. ഇന്നയോളം അവിടുന്ന് നടത്തിയ പരിപാലിച്ച എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചുവെന്ന് ആത്മാർത്ഥമായി സാക്ഷീകരിപ്പണ്ടക്കവണ്ണം നിന്റെ തേജസ്സാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ കരുണ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ. നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ ഓർക്കരുതേ. നിന്നേക്കാൾ അധികമായി ഞങ്ങൾ എന്തിനെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുവാനും അതിനെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. കഠിനമായ കല്ലുപോലുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെ ആക്കുവാൻ തക്കവണ്ണം ദൈവമേ നിനക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളോട് ഹൃദയ കാഠിന്യം മൂലം പെരുമാറുന്ന ഹൃദയങ്ങളോടും അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ഐക്യത്തോടും സ്നേഹത്തോടും ഒരുമയോടും കൂടി ജീവിപ്പാൻ പഠിപ്പിക്കണമേ. കുടുംബ ബന്ധങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. നിന്നേക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കാതിരിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു നൽകണമേ. ദൈവസ്നേഹത്തെ ഞങ്ങൾ നിറയ്ക്കണമേ. നിന്നേക്കാൾ അധികമായി ഞങ്ങളെ തന്നെയോ ഞങ്ങളുടെ പദവികളെയോ ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയോ ഞങ്ങൾ അധികമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ അനുഗ്രഹത്തിന് തടസ്സമാക്കി വെക്കരുതേ. ഞങ്ങൾ ഇന്നു മുതൽ അതിനെ ഉപേക്ഷിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ഒരുമയെ ഞങ്ങൾ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സഭയോട് മനസ്സലിവ് തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടുന്ന് കാണണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഉപവാസത്തെ മാനിക്കണമേ. എപ്പോഴെങ്കിലും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥന മതിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് കണക്കിടരുതേ. നിർത്താതെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, യാചിച്ചു കൊണ്ടിരിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസവും സൗഖ്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ തെയോഫിലോസ് സിരിമേനെയും കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനോട് അവിടുന്ന്, നിന്റെ അഭിഷക്തനോട് തമ്പുരാനെ അവിടുന്ന് മനസ്സലിവ് തോന്നണമേ. പൂർണ്ണമായി സൗഖ്യം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരും തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. ഇത്രത്തോളം യഹോവ സഹായിച്ചുവെന്ന് ഞങ്ങളുടെ ജീവിതങ്ങളോട് സാക്ഷീകരിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തോട് അവിടുന്ന് ഇടപെടണമേ. സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരളണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവർ തൃക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന വലിയ അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി